എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 തേർഡ് അലോട്ട്മെൻറ്റ് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് +1 തേർഡ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവും. ആ കാര്യവും അറിയാൻ വേണ്ടി കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ പരിശോധിച്ച ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ നോക്കിയ അതേ രീതിയിൽ തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റും നോക്കേണ്ടത്. അപ്പോൾ ആ കാര്യം അറിയാത്തവർക്കായി ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കാണാം. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇത്തരത്തിൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും. ഇനി നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സ്കൂളിൽ തന്നെ തുടർന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ 3 വിഭാഗങ്ങളിൽ പെട്ട വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ വിശദമായ ഒരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും നേരത്തെ ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് അതേ സ്കൂളിൽ തന്നെ ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് തുടരുന്ന വിദ്യാർത്ഥികളും ഇനി ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും, ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെല്ലാം ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുന്നിലേക്കുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിശദമായി അറിയിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായ ഏറ്റവും വിശദമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തും. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു വിവരം അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ വിവരം പരമാവധി എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ അലോട്ട്മെൻറ്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.